തീർച്ചയായിട്ടും ചക്കപ്പഴം. ഇത് നമ്മുടെ എത്രാമത്തെ ചക്കപ്പഴാ? ഇത് മൂന്നാമത്തെ വല്യപ്പയുടെ വീട്ടിൽ നിന്ന് അപ്പൊ ഉച്ചക്ക് ചെന്നപ്പോ കൊടുത്തു വിട്ടതാ. മൂന്നാമത്തെ ചക്കപ്പഴാണ്. ചക്കപ്പഴം ഞങ്ങളുടെ ചക്കപ്പഴത്തിൽ തുടങ്ങിയില്ല കേട്ടോ. തറവാട്ടിലെ ചക്കപ്പഴാണത്. സൂപ്പർ ചക്കപ്പഴാണ്, വരിക്കച്ചക്കയാണ്. ഇത് നമുക്ക് കുറച്ചെടുത്ത് വേവിച്ച് വെക്കണം. ചക്കയുടെ വലിപ്പം കണ്ടോ? ബിഗ് ചക്ക കേട്ടോ. കുതി ആരും വിടരുതേ. എല്ലാ കൊല്ലവും അവിടെ വരിക്കച്ചക്ക പഴക്കും. അതിന് ഉരിഞ്ഞിടുന്നതാ. ഇതാ അരിഞ്ഞ് വേവിച്ച് നമുക്ക് വെക്കാം. അപ്പം ചക്കയപ്പത്തിനോ ചക്ക വരട്ടാനോ ഒക്കെ എടുക്കാം. ഇരിക്കുകയല്ലേ. ഹായ്, ഞാനിവിടെ ചക്കപ്പഴം കഴിക്കാനിരിക്കുക കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ മധുരമുള്ള ചക്കപ്പഴമാണ്. അടിപൊളിയാട്ടോ, കിടിലൻ ടേസ്റ്റാ. അപ്പൊ പിന്നെ എന്തായാലും നമ്മൾ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചക്കപ്പഴം അല്ലെങ്കിലും നമ്മുടെ ഫേവറേറ്റ് സംഭവമാണ്. അപ്പൊ എന്തായാലും ഒരു ചോള കഴിക്കട്ടെ കേട്ടോ. കിട്ടി. എല്ലാവരെയും കൊതിപ്പിക്കാൻ പോവാ. അടിപൊളി. മഴ പെയ്യാത്തോണ്ട് നല്ല മധുരമുണ്ട്. കഴിക്കട്ടെ കേട്ടോ, ഭയങ്കര ടേസ്റ്റാ. നമ്മുടെ ഇവിടെ ഒന്നും മഴ പെയ്തേയില്ല, അതുകൊണ്ട് ചക്കയ്ക്ക് നല്ല മധുര. ആള് പുകഞ്ഞിരിക്കോ മഴ പെയ്യാത്തോണ്ടല്ലേ. ഫലവൃക്ഷങ്ങൾക്ക് നല്ല മധുരമുണ്ട്, നല്ല രുചിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അതാ പക്ഷെ തരാൻ നിർത്തില്ല. ഇത് നിങ്ങൾക്കാ. കഴിച്ചു എന്നങ്ങ് വിചാരിക്കാം, ഞങ്ങൾ തന്നു എന്ന് അങ്ങോട്ട് കരുതുക. അടുത്ത പോർഷൻ അമ്മ എടുത്തു, കാരണം ഇവിടെ ഇട്ടതൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ഫിനിഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സെക്ഷൻ ഇന്ന് പൊളിച്ചങ്ങ് വെക്കാന്ന് കരുതി, ബാക്കി നാളെ അരിഞ്ഞ് വേവിച്ച് വെക്കണം. നമ്മള് ഇവിടെ ഇരുന്നൊരു ചക്കവട്ടൽ മഹാമഹം ഓൾറെഡി പല വ്ളോഗിലും നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൂഴച്ചക്കയാ, ഇത് വഴക്കച്ചക്കയാ. അമ്മ ഭയങ്കര മധുരം കേട്ടോ. തേനിന്റെ മധുരം, നല്ല മധുരം, തേനൂറുന്ന മധുരം. തേൻ ഒഴിച്ച പോലെ ശരിക്കും ചക്ക. ശരിയാ. നമ്മുടെ ഇവിടെ ചക്ക ഉണ്ടായിട്ടുണ്ടല്ലേ? ചക്ക ഉണ്ടായി, പക്ഷെ വഴുപ്പ് ഭാഗമായില്ല. മുകളിൽ 1-2 കൂഴ കിടന്നത് വീണ്. പക്ഷെ അത് കുഴപ്പമെന്നു വെച്ചാൽ ആവിച്ചിരുന്നോണ്ട് അത് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ മുഴുവനും മോശമായിരുന്നു. ആവിച്ചിങ്ങനെ മൊത്തം അകത്ത് ചോള ചൂടുകൊണ്ടാന്ന് തോന്നുന്നു. മൂത്ത് വരാൻ ഒരു 2 ആഴ്ച കൂടെ പിടിച്ചാൽ കുഴച്ചക്ക മൂക്കും. അടിപൊളി. ആദ്യമേ തന്നെ വീട്ടിൽ നിന്നല്ലേ എപ്പോഴും കൊണ്ടുപോകുന്നത്. ഇവിടെ അവിടെ മൂക്കും. അമ്മക്ക് ചക്ക വെട്ടലൊക്കെ നിഷ്പ്രയാസമാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ സ്ഥിരം പരിപാടിയുള്ളതല്ല. ചെറുപ്പം മുതലേ ഇത് കാരണം കണ്ടും ചെയ്തു അറിയാൻ എനിക്ക് ചക്കവട്ടം അങ്ങനെ വലിയ വിഷയമില്ല. ഞാൻ മറ്റ് പണികൾ ഒതുക്കിയേ ചെയ്ത് പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വിളങ്ങീനായാൽ പിന്നെ അതൊക്കെ ക്ലീനിങ് ഇച്ചിരി താമസം ഉണ്ടാകും. ചക്കക്കുരു ദീർഘകാലം സൂക്ഷിച്ചു വെക്കണ എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചിട്ട് ഈ ഇടയ്ക്കൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഇടയ്ക്കാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത. ആണോ? ഫേസ്ബുക്കിൽ. ഫേസ്ബുക്കിൽ. യൂട്യൂബിൽ നേരത്തെ അപ്ലോഡ് ചെയ്തായിരുന്നു. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആക്റ്റീവാണ്. സോ എല്ലാവരും വേഗം പോയിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം. ഫിനിഷ് ചെയ്യട്ടെ. ചക്കക്കുരു യൂസ് ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൌണിൽ ട്രെൻഡായ ഒരു സംഭവം ചക്കക്കുരു ഷേക്ക്. നമ്മൾ ചെയ്തായിരുന്നു, നല്ലായിരുന്നു അത്. നല്ലതായിരുന്നു.